മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പിനേഷൻ്റെ ഒരു ഷോർട്ട് കട്ടാണ്, ഒരു സിമ്പിൾ ഷോർട്ട് കട്ടാണ്. കോമ്പിനേഷൻ എന്താണെന്ന് ഓർക്കുന്നുണ്ടല്ലോ? ഇത് ഇങ്ങനെ എടുക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ 8C2 ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഇക്വേഷൻ? NCR ഈക്വൽ ടു NCR കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് n ഫാക്ടോറിയൽ ബൈ താഴെ വന്നിട്ടുള്ള സാധനം ഇത് രണ്ടും കൂടി കുറച്ചെഴുതുക n-r ഫാക്ടോറിയൽ. അത് കൂടാതെ ഈ താഴെ വന്നിട്ടുള്ള സാധനം ഇൻറ്റു ചെയ്യുക. അതായത് n ഫാക്ടോറിയൽ ബൈ n-r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. കേട്ടല്ലോ? ഇനി ഇതപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്താൽ എങ്ങനെ വരും? ഇവിടെ നോക്ക്, 8C2 ഈക്വൽ ടു ആൻസർ വരുന്നത് മേളിൽ 8 ഫാക്ടോറിയൽ അതുപോലെ തന്നെ എഴുതി ബൈ എന്താണ് താഴെ 8 മൈനസ് 2 ഫാക്ടോറിയൽ എഴുതി. കേട്ടല്ലോ? ഇനി താഴെയുള്ള 2 ഫാക്ടോറിയൽ കൂടി ഇൻറ്റു ചെയ്തോളാം. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, അപ്പോൾ 8 ഫാക്ടോറിയൽ ബൈ താഴെ ഒരു 2 ഫാക്ടോറിയൽ വന്നു, പിന്നെ 8 - 2 ഫാക്ടോറിയൽ എത്രയാണ്? 6 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ നോക്ക്, 8 ഫാക്ടോറിയൽ നമുക്ക് 1 × 2 × 3 × 4 × 5 × 6 × 7 × 8 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ താഴെ 2 ഫാക്ടോറിയൽ 1 × 2ഉം 6 ഫാക്ടോറിയൽ 1 × 2 × 3 × 4 × 5 × 6ഉം. ആൻസർ നോക്കിയേ, ഇവിടെ 1 മുതൽ 6 വരെയുള്ള നമ്പരും ഈ താഴെയുള്ള 1 മുതൽ 6 വരെയുള്ള നമ്പരും കട്ട് ചെയ്യാം. ഇവിടെ ഒരു 2 ഉണ്ട്, ഈ 2ഉം 8ഉം കൂടി കട്ട് ചെയ്ത് 4 എഴുതാം. അപ്പോൾ 7 × 4 28 എന്ന് മേളിൽ വരും. താഴെ 1 മാത്രമേ ഉള്ളൂ. താഴെ എത്രയാണ്? 28. അപ്പോൾ 8C2ൻ്റെ ആൻസർ ഇക്വേഷൻ വഴി ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 28 എന്ന ആൻസർ കിട്ടും. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ ഒറ്റയടിക്ക് ഉത്തരം കിട്ടും. 8C2 ഈക്വൽ ടു 28 എന്ന ആൻസർ കിട്ടും. ഇതല്ലാതെ ഈ ഇക്വേഷൻ ഉപയോഗിക്കാതെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത്. വളരെ സിമ്പിൾ ട്രിക്ക്. ദേ ശ്രദ്ധിച്ചോ, വളരെ സിമ്പിൾ. നോക്കിയേ, 8C2 നമുക്ക് കണ്ടുപിടിക്കണം. 8C2 നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയേ, 8C2വിന് മേളിലും താഴെ എഴുതണമെന്ന് ഓർത്തോളണം. കേട്ടല്ലോ? എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 അല്ലേ തുടങ്ങുന്നത്, 8 എഴുതുക. താഴെ 2 അല്ലേ, അപ്പോൾ പുറകോട്ട് 2 നമ്പറുകൾ എഴുതണം. നോക്ക്, താഴെ 2 ആയത് കാരണം പുറകോട്ട് 2 നമ്പറുകൾ. ഇനി ശ്രദ്ധിക്കണം, താഴെ 2 വന്നത് കാരണം 1 മുതൽ ആ നമ്പർ വരെ എഴുതുക. 2 പറഞ്ഞിരിക്കുന്നത് കാരണം 2 വരെ, അത്രേ ഉള്ളൂ. അപ്പോൾ 8 × 7 × 1 × 2 അത്രേ ഉള്ളൂ. 8 × 7 / 1 × 2 ഇത്രേ ഉള്ളൂ ആൻസർ. നോക്കിയേ, നോക്ക് എന്താണ്, ഈ 8ഉം ഈ 2ഉം ഈ 8ഉം കൂടി കട്ട് ചെയ്യാം. അപ്പോൾ 4. അപ്പോൾ ആൻസർ എന്ത് വരും? 4 × 7. ആൻസർ എത്ര വന്നു? 28 എന്ന് ആൻസർ വന്നു. ഓക്കെ അല്ലേ? ഒരെണ്ണം കൂടി നോക്കണം. അതേ നോക്കിയേ, 7C3 ആൻസർ എന്ത് വരും? പറ. 7ൽ തുടങ്ങണം. മുകളിൽ എന്താണ്? 7ൽ തുടങ്ങണം. പുറകോട്ട് 3 നമ്പറുകൾ, 7 × 6 × 5 ഇത്രേ ഉള്ളൂ. താഴെ വരേണ്ടത് 3 ആണ്. അപ്പോൾ 1ൽ തുടങ്ങി 3 വരെ മൾട്ടിപ്ലൈ ചെയ്യുക. സിമ്പിൾ. അപ്പോൾ എന്ത് വരും? വേഗം പറ. 7 × 6 × 5 1 × 2 × 3. ഈ 2 × 3 6 കട്ട് ചെയ്ത് കളയാം. അപ്പോൾ മുകളിൽ വന്നിട്ടുള്ളത് 7 × 5. ആൻസർ എത്ര വന്നു? 35. വളരെ സിമ്പിൾ. കേട്ടല്ലോ? ഒരെണ്ണം കൂടി ചെയ്യാം അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഒരെണ്ണം കൂടി. 9C2 വേഗം ചെയ്യാം. എങ്ങനെയാണ്? 9 × ഒരെണ്ണം കുറച്ച് മേളിൽ അല്ലേ, 9ൽ നിന്ന് പുറകോട്ട് 2 നമ്പറുകൾ എഴുതി, താഴെ 1 × 2 വരെ. ഈ 2ഉം 8ഉം കൂടി കട്ട് ചെയ്തപ്പോൾ 4. ആൻസർ എത്രയാണ്? 9 × 4 36. വളരെ സിമ്പിൾ ട്രിക്ക് അല്ലേടാ? വളരെ സിമ്പിൾ ട്രിക്ക്. അതായത് കോമ്പിനേഷൻ എഴുതാൻ പറഞ്ഞാൽ എത്ര നമ്പറുകളുണ്ടോ അത്രയും കുറച്ച് മേളിൽ എഴുതുക. 1 മുതൽ അവിടം വരെയുള്ള നമ്പറുകൾ താഴെ എഴുതുക. സിമ്പിൾ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി 6C3യുടെ ആൻസർ വേഗം ഈ മോഡലിൽ കണ്ടുപിടിച്ച് ഒന്ന് കമൻറ്റ് ചെയ്തേ. വളരെ സിമ്പിൾ.